ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ടെസ്റ്റിംഗ് ആണ് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ്. മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് കുറേ എറേഴ്സ് പ്രോഗ്രാമിൽ ഉണ്ടാക്കിയിട്ട് ആ എറേഴ്സ് ടെസ്റ്റ് കേസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് നോക്കാം. മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് ഈസ് എ ഫോൾട്ട് ബേസ്ഡ് ടെക്നിക് ദാറ്റ് ഈസ് സിമിലർ ടു ഫോൾട്ട് സീഡിങ്. അതായത് നമ്മൾ തന്നെ ഫോൾട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രോഗ്രാമിലേക്ക്. Except that mutations to program statements are made in order to determine properties about test cases. നമ്മൾ ഉണ്ടാക്കുന്ന ടെസ്റ്റ് കേസസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ബേസിക്കലി എ ഫോൾട്ട് സിമുലേഷൻ ടെക്നിക്. ഫോൾട്ട് സിമുലേഷൻ ടെക്നിക്കാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോഗ്രാം, ഇപ്പോൾ നമ്മളൊരു പ്രൈം നമ്പറിൻ്റെ പ്രോഗ്രാമാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈമറിൻ്റെ ഇപ്പം ഐ ഈക്വൽ ടു 0 വെച്ചിട്ട് ഒരു ടെസ്റ്റ് കേസ് ഉണ്ടാക്കും. അപ്പോൾ ഐ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ പ്രോഗ്രാമിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? അതുപോലെ കൗണ്ടിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ 0 വെച്ച് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചേഞ്ച് വരുന്നത്? അതുപോലെ നിങ്ങൾ ലൂപ്പിലൊക്കെ എന്തെങ്കിലും അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ടെസ്റ്റ് കേസിന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? എറേഴ്സ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് എ പ്രോഗ്രാം ആർ മെയ്ഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൈം നമ്പറിൻ്റെ പ്രോഗ്രാമാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈം നമ്പറിൻ്റെ പ്രോഗ്രാം ഒരു 5 പ്രോഗ്രാംസ് കോപ്പി ചെയ്ത് വെക്കും. സെയിം പ്രോഗ്രാമിൻ്റെ തന്നെ ഒരു 5 കോപ്പീസ് ഉണ്ടാക്കും. എന്നിട്ട് ആ 5 കോപ്പീസിലും ഓരോ തെറ്റുണ്ടാക്കി വെക്കും നമ്മൾ. എന്നിട്ട് ആ തെറ്റിന് നമ്മൾ ഓരോ ടെസ്റ്റ് കേസിലേക്ക് കൊടുക്കും. അപ്പോൾ ആ എറർ എന്താണെന്ന് ഓരോ ടെസ്റ്റ് കേസിനും കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണ് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈച്ച് കോപ്പി ഈസ് ഓൾട്ടേഡ്. ദിസ് ഓൾട്ടേഡ് കോപ്പി ഈസ് കോൾഡ് മ്യൂട്ടൻറ്റ്. അങ്ങനെ ഉണ്ടാക്കുന്ന ആ കോപ്പീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂട്ടൻറ്റ് എന്ന് പറയുന്നത്. മ്യൂട്ടൻറ്റ് ആർ എക്സിക്യൂട്ടഡ് വിത്ത് ടെസ്റ്റ് ഡാറ്റ ടു ഡിറ്റർമിൻ വെദർ ദ ടെസ്റ്റ് ഡാറ്റ ആർ capable of detecting changes between the original program and the mutant program. അതായത് നിങ്ങളെ കറക്റ്റായ പ്രോഗ്രാമും ഈ എറർ വന്ന പ്രോഗ്രാമും തമ്മിൽ നമുക്ക് എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളതെന്ന് ടെസ്റ്റ് കേസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. എ മ്യൂട്ടൻറ്റ് ദാറ്റ് ഈസ് ഡിറ്റക്റ്റഡ് ബൈ ടെസ്റ്റ് കേസ്. അതായത് നമ്മളൊരു പ്രോഗ്രാമിൽ എറർ വരുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമിന് ടെസ്റ്റ് കേസിന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മ്യൂട്ടൻറ്റ് പ്രോഗ്രാമിന് നമ്മൾ എന്ത് ചെയ്യും? കിൽഡ് എന്ന് പറയും. അതായത് ആ പ്രോഗ്രാം നമുക്ക് ആവശ്യമില്ല, അതിൻ്റെ അകത്ത് എറർ ഉണ്ട് എന്ന് ടെസ്റ്റ് കേസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിനെ നമ്മൾ അവോയ്ഡ് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ കിൽഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഗോൾ ഓഫ് മ്യൂട്ടേഷൻ പ്രൊസീജിയർ ഈസ് ടു ഫൈൻഡ് സെറ്റ് ഓഫ് ടെസ്റ്റ് കേസസ് ദാറ്റ് ആർ ഏബിൾ ടു കിൽ ഗ്രൂപ്പ്സ് ഓഫ് മ്യൂട്ടൻറ്റ് പ്രോഗ്രാംസ്. അപ്പോൾ നമ്മൾ മ്യൂട്ടേഷൻ ടെസ്റ്റിങ്ങിൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്രോഗ്രാമിൽ കറക്റ്റ് അല്ലാത്ത പ്രോഗ്രാംസ് ഉണ്ടാവും. ആ കറക്റ്റ് അല്ലാത്ത പ്രോഗ്രാംസിന് ഏതൊക്കെ തരത്തിൽ എറർ വരുത്തിയാലും കറക്റ്റ് അല്ലാത്ത കുറേ പ്രോഗ്രാംസ് ഉണ്ടാവും. ആ പ്രോഗ്രാംസിന് കറക്റ്റായിട്ട് നമ്മളെ ടെസ്റ്റ് കേസിന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് നമ്മൾ ടെസ്റ്റ് കേസ് അത്രയും എബിലിറ്റി ഉള്ള ടെസ്റ്റ് കേസ് ആണോ, എല്ലാ എറേഴ്സും ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് കേസ് ആണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെ ഈ മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളായിട്ട് തന്നെ എറേഴ്സ് ഉണ്ടാക്കുക, എന്നിട്ട് ആ എറേഴ്സ് ടെസ്റ്റ് കേസിൽ നോക്കിയിട്ട് ടെസ്റ്റ് കേസിന് ആ എറേഴ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് കേസിന് ഈ പ്രോഗ്രാമിൽ എന്തൊരു എറർ വന്നു കഴിഞ്ഞാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് ആണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. ഇതിൻ്റെ അകത്ത് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്താണ്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്താണ്, സിസ്റ്റം ടെസ്റ്റിംഗ് എന്താണ്, അത് സെപ്പറേറ്റ് ആയിട്ട് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞിട്ട് ഒന്നിച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറയുന്നതാണ്. വലിയൊരു പ്രോഗ്രാം ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. നിങ്ങളിപ്പോൾ ഒരു വലിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കും, വെബ്സൈറ്റിന് ഓരോ പേജസ് ഉണ്ടാവും. അപ്പോൾ ഓരോ പേജസും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി ദെൻ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് ടെസ്റ്റിംഗ് കഴിഞ്ഞിപ്പോൾ നിങ്ങൾ ഒരു പേജിൽ നിന്ന് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ആ ഡാറ്റ വേറൊരു പേജിലേക്ക് പോകുന്നു. അതിൻ്റെ അകത്ത് നിന്ന് ആ ഡാറ്റ വെച്ചിട്ട് ആ പേജിൽ എന്തെങ്കിലും വർക്കിംഗ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഡാറ്റ വേറൊരു പേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ 3 പേജസ് തമ്മിലുള്ള കണക്ഷൻ ഉണ്ട്. ആ 3 പേജസിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത് 3 കൂടി ഇൻ്റഗ്രേറ്റഡ് ആയി, 3 യൂണിറ്റ്സ് തമ്മിൽ ഇൻ്റഗ്രേറ്റഡ് ആയി. അങ്ങനെ വരുന്നത് ഇതിപ്പം 3 യൂണിറ്റ് ആയി ടെസ്റ്റ് ചെയ്യുന്നതാണിത്. ഇവിടെ നോക്കുക, ഓരോ യൂണിറ്റ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ആയി, ഈ 3 യൂണിറ്റ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട്
ഈ മൂന്നും കൂടി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അവിടെ എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടോ, അതാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഡാറ്റ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും, ആ ഡാറ്റ കറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ, ആ ഡാറ്റ വെച്ച് ഇതിന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അതിൻ്റെ ഔട്ട്പുട്ട് ഡാറ്റ നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അങ്ങനെ ഇൻ്റഗ്രേറ്റഡ് ചെയ്തിട്ട് സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള മൊഡ്യൂൾസ് എല്ലാം കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ് ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എല്ലാ പേജസും കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ എല്ലാ പേജസും കണക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂണിറ്റ് ടെസ്റ്റിംഗ് ആണ് പറയുന്നത്. ദർ ആർ നമ്പർ ഓഫ് റീസൺസ് ഇൻ സപ്പോർട്ട് ഓഫ് യൂണിറ്റ് ടെസ്റ്റിംഗ് ദാൻ ടെസ്റ്റിംഗ് ദ എൻറ്റയർ പ്രൊഡക്റ്റ്. യൂണിറ്റ് ടെസ്റ്റിങ്ങിൻ്റെ കേസസ് ആണ് പറയുന്നത്. The size of a single module is small enough that we can locate an error fairly easily. അതായത് നമ്മളൊരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം, അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ എവിടെയാണ് എറർ എന്ന് ഫൈൻഡ് ചെയ്യാനും ലൊക്കേറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളൊരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു 1000 നമ്പർ ഓഫ് കോഡ്സ് ഉള്ള, അതായത് 1000 ലൈൻസ് ഓഫ് കോഡ്സ് ഉള്ള ഒരു പ്രോഗ്രാമിന് ഒരു യൂണിറ്റായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂണിറ്റിൻ്റെ അകത്ത് ഒരു എറർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മിനിമം ഇത്ര നമ്പർ ഓഫ് കോഡ്സ് ഒരു യൂണിറ്റായിട്ട് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് എറേഴ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വലിയ ഒരു പ്രോഗ്രാമിൽ നിങ്ങളൊരു യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എറർ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ദ മൊഡ്യൂൾ ഈസ് സ്മോൾ ഇനഫ് ദാറ്റ് വി ക്യാൻ അറ്റംപ്റ്റ് ടു ടെസ്റ്റ് ഇൻ സം ഡെമോൺസ്ട്രബിളി എക്സോസ്റ്റീവ് ഫാഷൻ. അതും സെയിം കേസ് തന്നെയാണെന്ന് പറയുന്നത്. നമ്മളൊരു മൊഡ്യൂൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് സ്മോൾ ഇനഫ് ആയിരിക്കണം. നമുക്ക് ഒരു എറർ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ സ്മോൾ ഇനഫ് ആയിരിക്കണം നമ്മളെ മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൺഫ്യൂസിങ് ഇൻട്രാക്ഷൻസ് ഓഫ് മൾട്ടിപ്പിൾ എറേഴ്സ് ഇൻ വൈഡ്ലി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സോഫ്റ്റ്വെയർ ആർ എലിമിനേറ്റഡ്. അപ്പോൾ നമ്മൾ യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻട്രാക്ഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എറേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കുറക്കാൻ വേണ്ടി പറ്റും. ആ ഓരോ യൂണിറ്റും കറക്റ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഇൻട്രാക്ഷൻ്റെ കേസിൽ വരുന്ന എറേഴ്സ് മാത്രം ഫൈൻഡ് ചെയ്താൽ മതി. യൂണിറ്റ്സിൻ്റെ റണ്ണിങ് ചെയ്യുന്ന സമയത്ത് എറേഴ്സ് ഒന്നും ഇല്ലയെന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ. നെക്സ്റ്റ് പറയുന്നത് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആണ്. അത് നിങ്ങൾ യൂണിറ്റ്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ദ പേർപ്പസ് ഓഫ് യൂണിറ്റ് ടെസ്റ്റിംഗ് ഈസ് ടു ഡിറ്റർമൈൻ ദാറ്റ് ഈച്ച് ഇൻഡിപെൻഡൻറ്റ് മൊഡ്യൂൾ ഈസ് കറക്റ്റ്ലി ഇംപ്ലിമെൻറ്റഡ്. അതായത് ഓരോ മൊഡ്യൂളും കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. This gives little chance to determine that the interface between modules is also correct. അതായത് അതിൻ്റെ ഒരു മൊഡ്യൂളിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇൻ്റർഫേസ് കറക്റ്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യൂണിറ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓരോ മൊഡ്യൂളും കറക്റ്റ് ആണെങ്കിൽ ആ മൊഡ്യൂളിൽ ചെയ്തിരിക്കുന്ന എല്ലാ ഇംപ്ലിമെൻറ്റേഷൻസും കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആൻഡ് ഫോർ ദിസ് റീസൺ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് മസ്റ്റ് ബി പെർഫോംഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് വെച്ചിട്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. വൺ സ്പെസിഫിക് ടാർഗറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഈസ് ദ ഇൻ്റർഫേസ്. അതായത് രണ്ട് മൊഡ്യൂൾസ് തമ്മിലുള്ള ഇൻ്റർഫേസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യലാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അതായത് നമ്മൾ മെസ്സേജ് പാസിങ്, ഡാറ്റ പാസിങ് അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, അതാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. വെദർ പാരാമീറ്റേഴ്സ് മാച്ച് ഓൺ ബോത്ത് സൈഡ്സ് ആസ് ടു ടൈപ്പ്, പെർമിസിബിൾ റേഞ്ചസ്, മീനിങ് ആൻഡ് യൂട്ടിലൈസേഷൻ. നമുക്കറിയാം നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടുന്ന് കോൾ ചെയ്യുമ്പോൾ പാസ് ചെയ്യുന്ന പാരാമീറ്ററും അതുപോലെ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ്റെ അകത്തുള്ള പാരാമീറ്റേഴ്സും ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് പാരാമീറ്റേഴ്സിൻ്റെ നമ്പേഴ്സ് മാത്രമല്ല ടൈപ്പ് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇവിടുന്ന് ഒരു ഇൻറ്റീജർ ഡാറ്റ ഡിഫൈൻ ചെയ്തു അവിടെ ഒരു സ്ട്രിങ് ഡാറ്റ ആണെങ്കിലൊന്നും നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂസിൻ്റെ റേഞ്ചസ് ഒക്കെ പ്രശ്നമുണ്ടാവും. അപ്പോൾ ഒരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ്. നമുക്ക് ഡാറ്റാസ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പാരാമീറ്റേഴ്സ് മാച്ച് ചെയ്യണം, ബോത്ത് സൈഡ്സിൽ ടൈപ്പ് മാച്ച് ചെയ്യണം, പെർമിസിബിൾ റേഞ്ചിലായിരിക്കണം, മീനിങ് ആൻഡ് യൂട്ടിലൈസേഷൻ അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇപ്പോൾ 3 ടൈപ്പിലുള്ള ഇൻ്റഗ്രേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ടോപ്പ് ഡൗൺ ഇൻ്റഗ്രേഷൻ ആണ്. മുകളിലത്തെ ഒരു മൊഡ്യൂൾ ഉണ്ടാകും, പിന്നെ ഇത് ഓരോ മൊഡ്യൂൾസ് ആയിട്ടുള്ളതാണ്. ഇവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂൾ ഈ താഴത്തെ മൊഡ്യൂൾസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഈ ബ്ലാക്ക് കളറിൽ കാണിക്കുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന
സെക്ഷനാണ്. ഇനി അടുത്ത ഓരോ സെക്ഷനായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകും. അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വൈറ്റിലുള്ളത് ഇൻ്റഗ്രേറ്റ് ചെയ്തില്ല, ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ബ്ലാക്ക് കളർ ഇൻ്റഗ്രേറ്റഡ് ആണ്. അതുപോലെ ബോട്ടം അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിന്ന് മുകളിലോട്ടേക്കാണ് പോകാൻ പോകുന്നത്. താഴ്ന്ന് ഫസ്റ്റ് മൊഡ്യൂൾ സെലക്ട് ചെയ്തു, ദെൻ അതിൻ്റെ താഴത്തെ മൊഡ്യൂളായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് മൊഡ്യൂൾ സെലക്ട് ചെയ്തു, താഴത്തെ മൊഡ്യൂൾസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് മുകളിലോട്ടേക്ക് പോവുക ബോട്ടം അപ്പ് ഫാഷനിൽ. തേർഡ് ലെവൽ എന്ന് പറയുന്നത് സാൻഡ്വിച്ച് ഇൻ്റഗ്രേഷനാണ്. സാൻഡ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ടേക്കും വരുന്നുണ്ട്, താഴ്ന്ന് മുകളിലോട്ടേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇടയിലുള്ള സെക്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് അത്രേ. ചെയ്യും അവർ. ഇപ്പം കറൻ്റ്ലി നിങ്ങളൊരു ഇമേജിൽ പിക്ചറൈസ് ചെയ്യുന്ന സമയത്ത് താഴ്ന്ന് മുകളിലോട്ടേക്കും ചെയ്യുന്നുണ്ട്, മുകളിൽ നിന്ന് താഴോട്ടേക്കും ചെയ്യുന്നുണ്ട്. ഇടയിലുള്ള സെക്ഷൻ ഫർദർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ 3 ടൈപ്പിലുള്ള ഇൻ്റഗ്രേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള. നെക്സ്റ്റ് ആണ് നമ്മളെ സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ടെസ്റ്റിംഗ്. Of the 3 levels of testing, the system level is closest to everyday experiences. We test many things a used car before we buy it. On an online cable network service before we subscribe and so on. അതായത് നമ്മളൊരു സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, അത് കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യും അല്ലേ. ഇത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും സാധാരണ പ്രൊഡക്റ്റ് ആണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ ചെക്ക് ചെയ്യും. അപ്പോൾ എല്ലാത്തിൻ്റെ കേസിലും അങ്ങനെയാണ്. നിങ്ങൾക്ക് ഓവറോൾ ആയിട്ടൊരു സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ട് കിട്ടുന്ന സാധനം എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്ത ഉടനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യും അല്ലേ, ഇത് കറക്റ്റ് ആണോ. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻസിൽ തന്നിരിക്കുന്ന ഫീച്ചേഴ്സൊക്കെ അതിനുണ്ടോ, എന്തെങ്കിലും ഐറ്റംസ് മിസ്സായിട്ടുണ്ടോ, അതൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഒരു സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ അവരെന്ത് തന്നിട്ടുണ്ടാവും, റിക്വയർമെൻറ്റ്സ് തന്നിട്ടുണ്ടാവും. ആ റിക്വയർമെൻറ്റ്സിൻ്റെ അകത്തുള്ള ഓരോ റിക്വയർമെൻറ്റ്സും കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നമ്മൾ സിസ്റ്റത്തിൻ്റെ ഓരോ ഫീച്ചറുമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും. എന്നിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സിസ്റ്റം നമുക്ക് കറക്റ്റ് ഓർഡറിലാണ് നമ്മൾ ഡെലിവർ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇൻ കേസ് ഏതെങ്കിലും റിക്വയർമെൻറ്റ്സ് മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് സിസ്റ്റം ടെസ്റ്റിങ്ങിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്നത്. During system testing, we should evaluate a number of attributes of the software that are vital to the user and ലിസ്റ്റഡ് ഇൻ ഫിഗർ. അതാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂസബിൾ ആണോ, അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റ് നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ളതാണോ. ഈസ് ദ പ്രൊഡക്റ്റ് കൺവീനിയൻറ്റ്, ക്ലിയർ ആൻഡ് പ്രഡിക്റ്റബിൾ. അതായത് നമ്മൾക്ക് കൺവീനിയൻ്റ് ആണോ, അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ആണോ എന്നൊക്കെ ചെയ്യാം. അതുപോലെ സെക്യൂർ. ഈസ് ആക്സസ് ടു സെൻസിറ്റീവ് ഡാറ്റ റെസ്ട്രിക്റ്റഡ് ടു ദോസ് വിത്ത് ഓതറൈസേഷൻ. അതായത് നമുക്കറിയാം, നമ്മൾ ലോഗിൻ ചെയ്തിട്ട് മാത്രമേ ഒരു സൈറ്റിലേക്ക് കയറുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ലോഗിൻ ചെയ്തിട്ട് ലോഗ് ഔട്ട് ചെയ്തിട്ട് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നിങ്ങളെ പ്രൊഫൈലിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അതൊക്കെയാണ് നമ്മളെ സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓതറൈസേഷൻ വേണം. ഇന്ന ആൾക്ക് ഇന്ന കാര്യങ്ങൾ മാത്രമേ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നുള്ള ഓതറൈസേഷൻസ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കോമ്പാറ്റിബിൾ ആണോ ടെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡിപ്പെൻഡബിൾ ആണോ ടെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, യൂസർ മാനുവൽ എന്തായാലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പുതുതായിട്ടൊരു സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഡിപ്പെൻഡബിൾ എന്ന് പറഞ്ഞാൽ ഡു adequate safeguard against failure and methods for recovery exist in product. അതായത് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഫെയിലർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടോ. അതുപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ലോസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ റിക്കവറി ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടോ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കോമ്പാറ്റിബിൾ. വിൽ ദ പ്രൊഡക്റ്റ് വർക്ക് കറക്റ്റ്ലി ഇൻ കൺജങ്ഷൻ വിത്ത് എക്സിസ്റ്റിംഗ് ഡാറ്റ, സോഫ്റ്റ്വെയർ ആൻഡ് പ്രൊസീജിയേഴ്സ്. അത് ചിലപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു സിസ്റ്റം വാങ്ങിക്കുന്നതിന് പകരം പഴയ സിസ്റ്റത്തിൻ്റെ ഒരു അപ്ഡേഷൻ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ സിസ്റ്റത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഒരു സിസ്റ്റം ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ്, അതായത് യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ്, അതിൻ്റെ ഒരു ചെറിയ നോട്ട്, ഒരു അസൈൻമെൻറ്റ് പോലെ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാം കേട്ടോ.
യൂണിറ്റ് ടെസ്റ്റിംഗ് ഒരു ഹാഫ് പേജിൽ വരുന്ന പോലെ യൂണിറ്റ് ടെസ്റ്റിംഗ് എന്താണ്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്താണ്, സിസ്റ്റം ടെസ്റ്റിംഗ് എന്താണ്. നിങ്ങൾ ഈ സ്ലൈഡ് ഡിപ്പെൻഡ് ചെയ്യേണ്ട, നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് നല്ല നോട്ട്സ് കിട്ടുന്നുണ്ടാവും. അത് വെച്ചിട്ടൊരു ഷോർട്ട് നോട്ട് പോലെ എഴുതിയിട്ട് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ.